السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم يا جماعة. أظن أنكم بخير وعافية. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ഒരു പാസേജ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ സിമ്പിളാണ്. ഇതൊരു തോഹ ഹുസൈൻ്റെ ഒരു ഭാഗമാണ്, മറലു തിഫ്ല. അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ രോഗം അതിനെപ്പറ്റി പറയുന്ന ഒരു രസകരമല്ല രസമുള്ള ഒരു പാസേജാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ എല്ലാവരിലേക്കും എത്തിച്ച് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മറദു തിഫ്ല, ഒരു പെൺകുട്ടിയുടെ രോഗം. അസ്ബഹത്ത് തിഫ്ല ദാത്ത യൗം ഫീ ശൈഇൻ മിനൽ ഫുതൂരി വൽ ഹുമൂദ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു ക്ഷീണത്തിലായി. ഹുമൂദ് എന്ന് പറഞ്ഞാൽ ബലഹീനയാവാൻ നേരത്തെ. അപ്പോൾ ഒരു ബലഹീനയിലും ക്ഷീണത്തിലുമായി മാറി. ലം യഖദ് യൽതഫിത് ഇലൈഹ അഹദുൻ, ആരും ഇവളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. വൽ അത്ഫാലു ഫിൽ ഖുറാ മുഅറദൂന ലിഹാദ നൗഇ മിനൽ ഇഹ്മാൽ. ഈ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ഈ ഒരു രീതിയിലുള്ള അവഗണക്ക് വിധേയരാകാറുണ്ട്. പിന്നെ വല സിയമ ഇതാക്കാതിൽ ഉസ്ര കസീറത്തിൽ ആദത്ത്, പ്രത്യേകിച്ച് കുടുംബത്തിൽ കുറേ ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ. വറബത്തിൽ ബൈത്ത് കസീറത്തിൽ അമൽ, അതോടൊപ്പം തന്നെ ഈ ഹൗസ് വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ വീട്ടുജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടുജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, കുറേ ജോലിയുള്ള ഒരാളാണെങ്കിൽ, വീട്ടുജോലി ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഡ്രസ്സ് അലക്കേണ്ടി വരും, പിന്നെ അതോടൊപ്പം തന്നെ ഭക്ഷണം പാചകം ചെയ്യും, ഇങ്ങനെ കുറേ പണികളുണ്ടാകുന്ന സമയത്ത് ഈ കുട്ടികളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ അള്ളാഹു തിഫ്ല തുഹാക്കഥ. അപ്പോൾ ഈ പെൺകുട്ടി ഈ ഒരു രീതിയിൽ തന്നെ നിന്നു. യോമം ബാധയോം എന്ത് ചെയ്യുക, യോമം ഓരോ ദിവസം ഈ രീതിയിൽ തന്നെ അങ്ങനെ ആയി നിന്നു. മുൽക്കാത്തുനുള്ള ഫിറാഷിയാത്ത ബിഹ ഉമ്മ ഉഖ്തുഹ. അപ്പോൾ അവൾ എന്ത് ചെയ്യണം, അവളുടെ വിരിപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ കിടക്കുകയാണ്. അവളെ ഒന്നുകിൽ എന്ത് ചെയ്യും, അവളുടെ ഉമ്മ നോക്കും, അല്ലെങ്കിൽ സഹോദരി ജസ്റ്റ് ചെറിയ രീതിയിൽ നോക്കുന്നുണ്ട്. മിൻഹീന് ഇലാഹീൻ, ചില സമയത്ത് ഒരു സമയം മുതൽ ഒരു സമയം വരെ എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടക്കിടക്ക്. ഹത്ത ഇതാക്കാൻ അസ്രൽ യോമിൻ റാബിയ. പിന്നെ അങ്ങനെ 4ാമത്തെ ദിവസത്തെ വൈകുന്നേരമായത്തെ സമയത്ത് തഗയ്യർ ഹാദ കുല്ലുഹു ഫജ്അതൻ, പെട്ടെന്ന് തന്നെ എല്ലാം മാറി. ഫൈദ തിഫ്ല തസീഹു സിയാഹൻ മുൻകറ, നന്നായിട്ട് അട്ടഹസിക്കാൻ തുടങ്ങി. അപ്പോൾ തത്രുക്കു ഉമ്മുഹ കുല്ല ഷൈഇൻ വതുസ്രിഉ ഇലൈഹ. അപ്പോൾ ഉമ്മയെല്ലാം മാറ്റിവെച്ച് അവളുടെ അടുത്തേക്ക് വളരെ വേഗതയിൽ പോവുകയാണ്. അപ്പോൾ വസിയാഹു യത്തസ്രു വസ്ദാദു വസ്തദ്ദു. ആ സമയത്ത് ഇവളുടെ അട്ടഹാസാണെങ്കിലോ നന്നായിട്ട് ഇങ്ങനെ തുടരെ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടെന്നർത്ഥം. അങ്ങനെ വത്തിഫ്ലത്തു തതലവ്വ വതൽതരിബു ബൈന ദിറാഇ ഉമ്മിഹ തുമ്മ യൻഖബിദു വജ്ഹുഹ വയതസബ്ബബു അൽഅറഖു അലൈഹി. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ പുളയുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങി. തൽത്തരി ബുബനിതിര ആയി ഉമ്മിഹ, ഉമ്മയുടെ കരങ്ങളിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇവള് ഞെരിപിരി കൊള്ളുന്നുണ്ട്. തുമ്മ ഞങ്ങൾക്കബിൽ വജുഹ, പിന്നെ അവളുടെ മുഖം എന്ത് ചെയ്യാണ്, കണ്ട് നിറം മാറുകയാണ്, മുഖം കണ്ട് മാറുകയാണ്. പിന്നെ തസബബുൽ അറക്കലേഹി, ഈ വയർപ്പ് ഇങ്ങനെ ആ മുഖത്ത് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. തി സാത്തുൽ അഷായി, പിന്നെ ഡിന്നറിൻ്റെ സമയം ആകുന്നു. വഖദ് മദ്ദത്തിൽ ഇത കുബറൽ അഖവാത്ത്. അപ്പോൾ അവരുടെ വലിയ സഹോദരികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആ ഫുഡ് റെഡിയാക്കി വെച്ചു എന്നർത്ഥം. പിന്നെ അഖബൽ അബു വ ബനൂഹു ഫജലസു ഇലൈഹ, അങ്ങനെ ഉപ്പയും മറ്റു മക്കളൊക്കെ വന്നിട്ട് അവരെല്ലാം അവിടെ ഇരുന്നു. വലാക്കിൻ സിയാ ഹത്തിഫ്ലി മുത്തസിൽ. അപ്പോൾ എന്നാലും ആ ഒരു പെൺകുട്ടി നന്നായിട്ട് തുടരെ ഇങ്ങനെ അട്ടഹസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഫല തുമദ്ദു യദുൻ ഇല ത്വാം. പക്ഷെ എന്നാലും അപ്പോൾ ഈ ഒരു അട്ടാസം കേൾക്കുന്നതുകൊണ്ട് തന്നെ ആരുടെ കൈയും എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണത്തിലേക്ക് നീട്ടപ്പെടുന്നില്ല, ആരും ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുന്നില്ല. അപ്പോൾ തുർഫാൽ മായിദത്തു കമാ മുദ്ദത്ത്, എങ്ങനെയായിരുന്നു ഈ ഒരു സുപ്ര വെച്ചത് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തീന്മേശ വെച്ചത്, ആ ഒരു ഫുഡ് അതേപോലെ എന്ത് ചെയ്യണം, അവർ മാറ്റുകയാണ് എന്നർത്ഥം. അപ്പോൾ തിഫ്ലത്തു തസൈഹു വ തൽത്തരിബു. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടി ഇങ്ങനെ ആർത്ത് അട്ടഹസിച്ച് ഞെരിപിരി കൊള്ളുന്നൊരവസ്ഥയായിരുന്നു. ഉമ്മുഹ തുഹദ്ദിഖു ഫീഹ ഹീന. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, അവളിലേക്ക് ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. തബ്സുത്തു യദൈഹ ഇല സമാഇ ഹീനൻ ആഖർ, ഒരു സമയം ഇങ്ങനെ നോക്കും, പിന്നെ മറ്റൊരു സമയം എന്ത് ചെയ്യും, ഇങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ആകാശത്തേക്ക് കൈ നീട്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വഖദ് കശഫത്ത് അൻറ സിഹ, ഉമ്മയുടെ തല, ഈ ഒരു പൊതുവെ നമ്മൾ തല മറക്കുമല്ലോ മുസ്ലിം സ്ത്രീകൾ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു തട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, പോയി തല അങ്ങനെ കാണിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അവരുടെ മുടിയൊക്കെ കാണിക്കുന്നുണ്ടെന്നർത്ഥം. പിന്നെ വമിൻ ഖരീബിൽ അംരി ഇന്ന അഹദ മിൻ ഹഉലാ ഇന്നാസ് ജമിയൻ ലം യുഫക്കിർ ഫി തബീബ്. ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള വിചിത്രമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിൽ ആരും തന്നെ ഒരു ഡോക്ടറെ പോയി കാണിക്കാലോ എന്നുള്ളത് ആലോചിച്ചിട്ടില്ല. തോഹ ഹുസൈൻ എഴുതിയിട്ടുള്ള ഒരു പാസേജാണത്. ഇനി ഈ ഒരു കുറച്ച് നമ്മൾ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പുകളാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം നമ്മൾ കുറേ സമയം ഒരു പാസേജ് വായിക്കണം. പിന്നെ നമുക്ക് അറിയാത്ത പരിചയമില്ലാത്ത വാക്കുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഈ എന്തൊരു ഫ്രൈസുകൾ ഇഡിയമുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. പിന്നെ അതെല്ലാം നമ്മൾ ഈ ഒരു പാസേജ് ടോട്ടലി വളരെ
സിമ്പിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ യൂണിറ്റുകൾ നമ്മൾ ടേബിൾ പോലെ അങ്ങനത്തെ ഒരു രീതിയിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ നമ്മളൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വെച്ചിട്ടുള്ള ആ ഒരു ടോട്ടലി ആ ഒരു പാസേജ്, ആ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ടോട്ടലി നമ്മളൊന്ന് മാറ്റി എഴുതുക. അത് കുറേ വട്ടം വായിച്ചിട്ട് അതിൽ നല്ലതെല്ലാം നമുക്ക് തോന്നാം ഒരു പക്ഷേ. അപ്പോൾ ആ തോന്നുന്ന സമയത്ത് അതിൽ മാറ്റേണ്ട, റിവൈസ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് റീറൈറ്റ് ചെയ്യുക, പാരഫ്രൈസ് കുറേ ചെയ്യുക. പിന്നെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല, ഈ ഒരു യഥാർത്ഥ സോഴ്സ് ലാംഗ്വേജിൽ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു ഉദ്ദേശത്തിനൊരു മാറ്റം വന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലുള്ള വാക്കുകൾ ഫുത്തൂർ എന്നുള്ളത് ലെഥാർജി, പിന്നെ കോൾഡ്നെസ്, കൂൾനെസ്, പിന്നെ ഡിസ്ഇൻട്രസ്റ്റ്നെസ്, പിന്നെ സ്ട്രേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറയാം. പിന്നെ ഹുമൂദ് എന്ന് പറഞ്ഞാൽ കാംനെസ്, ഡോമൻസി, ഇനാക്ഷൻ, ഡിപ്രഷൻ, ഇനാക്ടിവിറ്റി, ഇനേഷ്യ, ലൽ, പാസിവിറ്റി, ക്വയറ്റ്നെസ്, പിന്നെ സ്റ്റിൽനെസ്, സബ്സിഡൻസ്, സൈലൻസ്. പിന്നെ ഇഹ്മാൽ എന്നുള്ള ഇഗ്നോറിങ്, ഇനഡുവേറ്റൻസ്, പിന്നെ സ്ലാക്നെസ്, ഹീൽലെസ്നെസ്, ഇനറ്റൻഷൻ, ഡിസ്യൂസ്, നെഗ്ലിജൻസ്, ഒമിഷൻ, ഓവർലുക്കിംഗ്, കെയർലെസ്നെസ്, പിന്നെ ഡെറിലക്ഷൻ, ഡിസ്റിഗാർഡ്, ഓവർസെറ്റ്. ഇതുപോലെയുള്ള വാക്കുകളാണുള്ളത്. പിന്നെ റബ്ബത്തുൽ ബൈത്തിന് ഹൗസ് വൈഫ്, ഹോം മേക്കർ. പിന്നെ മുൽഖാത്ത് എന്നുള്ള ഡംപ്ഡ്, കാസ്റ്റവേ, ലേയിങ്, ത്രോൺ എന്നുള്ള അർത്ഥത്തിലേക്ക് ഉപയോഗിക്കാം. പിന്നെ എഴുത്തന, ലുക്ക് ആഫ്റ്റർ, പിന്നെ വാച്ച് ഓവർ, പിന്നെ ഫീൽ ഇൻട്രസ്റ്റ്, ബി ഹീറ്റ്ഫുൾ ടു, അറ്റൻഡ് ടു, കെയർ ഫോർ, 10 ഡേയ്സ് ലൈക്ക്. പിന്നെ ഫജഅത്തൻ എന്നുള്ള ഓൾ ഓഫ് സഡൻ, പിന്നെ സഡൻലി, സർപ്രൈസിംഗ്ലി, പിന്നെ അൺവൈസ്, പിന്നെ അൺഎക്സ്പെക്റ്റഡ്ലി. പിന്നെ തസ്വീഹ് എന്നുള്ളതിന് യെൽ, സ്ക്രീമിങ്, ഷൗട്ട്, ക്രൈ. പിന്നെ തുസ്രി എന്നുള്ളതിന് ഡു ഇൻ എ ഹറി, ബി ഹേസ്റ്റി ഇൻ, പിന്നെ ഹേസ്റ്റിൻ ടു ഡു, പിന്നെ ഡാഷ് ടു, റൺ ടു, റഷ് ടു. തത്തലവ എന്നുള്ളതിന് മേക്ക് എ ടേൺ, ബി റോൾഡ് അപ്പ്, ബി ട്വിസ്റ്റിംഗ്, ബി കർവ്ഡ്, ബി റിച്ച്ഡ്, പിന്നെ ബി റങ്, ബി ബെൻഡ്, പിന്നെ കോയിൽ, സ്ക്വാം, ടേൺ, ട്വിസ്റ്റ്, വിൻഡ്, റിഗിൾ, റിങ്, റീത്ത്, പിന്നെ റൈ, പിന്നെ ബെൻറ്റ്, ക്യാരി, കേവ്, കേൾ. പിന്നെ തുസബബു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗ്ലൈഡ് അലോങ് ആസ് എ സ്ട്രീം, പിന്നെ കം ഡൗൺ, ഗഷ് ഫോർത്ത്, പിന്നെ പവർ ഫോർത്ത്, ഫാൾ ഡൗൺ, ഇഫ്യൂസ്, ഫ്ലോ, സ്ട്രീം, കൊളാപ്സ്, ഫാൾ. അഷ എന്നുള്ളതിന് ഡിന്നർ, സപ്പർ. പിന്നെ മാഇദത്ത് എന്നുള്ളതിന് ഡൈനിങ് ടേബിൾ, പിന്നെ ബോർഡ്. പിന്നെ തഹദ്ദഖു എന്നുള്ളതിന് ലുക്ക് ഷാർപ്ലി അറ്റ്, പിന്നെ ഫിക്സ് ദ ഐസ് ഓൺ, പി അറ്റ്, സ്റ്റെയർ അറ്റ്, പിന്നെ ഐ. പിന്നെ കശഫത്ത് എന്നുള്ളതിനെ മേക്ക് നോൺ, ലേ ബെയർ, ലേ ഓപ്പൺ, ഡിഗ് ഔട്ട്, ഓപ്പൺ അപ്പ്, ഷോ അപ്പ്, ബാഡ്, ഡിസ്ക്ലോസ്, ഡിസ്കവർ, എക്സ്പോസ്, അൺഫോൾഡ്, അൺവീൽ, അൺകവർ. അപ്പോൾ ഇതുപോലുള്ള വാക്കുകളാണ് ടോട്ടലി നമുക്ക് ഈ ഒരു പാസേജിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറേ പര്യായപദങ്ങൾ ഉണ്ടാകാം. ഒരു വാക്കിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ്ലേഷനിൽ കുറേ പര്യായങ്ങളുണ്ടാകും. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള നമ്മൾ എടുക്കണം. എന്നിട്ട് ഈ ഒരു നമ്മൾ ഇതുവരെ പറഞ്ഞതിനെ ഒരു ടേബിൾ മോഡലാക്കിയിട്ട് അവിടെ സിമ്പിൾ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അസ്ബഹത്ത് തിഫ്ല ദാത്ത യോം എന്നുള്ളതിനെ വൺ ഡേ ദ ബേബി ഗേൾ റോസ് ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ വൺ ഡേ ദ ബേബി ഗേൾ ബിക്കെയിം എന്നുള്ള അർത്ഥത്തിന് പറയാം. അപ്പോൾ ഇവിടെ നോട്ട് ദാറ്റ് അസ്ബഹ ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് വേക്ക് അപ്പ്, ഗെറ്റ് അപ്പ്, റൈസ്, ഓർ ആൻ ഓക്സിലറി ആസ് കം ടു ബി, പിന്നെ പാസ് ഇൻ ടു എ സ്റ്റേറ്റ്, ബിക്കെയിം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ രണ്ടർത്ഥത്തിൽ അസ്ബഹ ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റു എന്നുള്ള അർത്ഥത്തിലും, അല്ലെങ്കിൽ അത് ആയി മാറി, ആയി എന്നുള്ള ഒരു ഓക്സിലറി ആയിട്ടുള്ള ഒരു രീതിയിലും ഉപയോഗിക്കാം. പിന്നെ ഫിഷ ഇമ്നൽ ഫത്തൂരി വൽ ഹുമൂദി എന്നുള്ളതിനെ ഇൻ എ കൈൻഡ് ഓഫ് ലെഥാജി ആൻഡ് ഇനാക്ടിവിറ്റി. പിന്നെ ലമിക്കത്ത് എൽത്തഫിത്തിലേഹ അഹദുൻ എന്നുള്ളതിനെ ഓൾമോസ്റ്റ് നോബഡി പെയ്ഡ് അറ്റൻഷൻ ടു ഹെർ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ആ രീതിയിൽ മാറ്റി എഴുതാം. പിന്നെ വല്ല തിഫാൽ ഫിൽ ഖുറാൻ അറാദുൻ ലിഹാദിനോ അമിൻ അൽ ഹിമാൽ അതിനെ ആൻഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജസ് ആർ സബ്ജക്റ്റ് ടു സച്ച് കൈൻഡ് ഓഫ് നെഗ്ലിജൻസ്. പിന്നെ വലാസിയമ ഇതാക്കാത്തിൽ ഉസ്ര കഥീറത്തൽ ആദത്ത് വറബത്തുൽ ബൈത്ത് കഥീറത്തൽ അമൽ എന്നുള്ളതിനെ എസ്പെഷ്യലി വെൻ ദി ഫാമിലി ഈസ് ഓഫ് ലാർജ് നമ്പർ. അല്ലെങ്കിൽ അവിടെ യു ആർ ട്രൈങ് ടു ട്രാൻസ്ലേറ്റ് ഓൾ ദ ലെക്സിക്കൽ ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ദാറ്റ് വിൽ ബി റിവൈസ്ഡ് ലേറ്റർ. എന്ന് പറഞ്ഞാൽ കുറേ ഓരോ വാക്കുകൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി അത് റിവൈസ് നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ചെയ്യുമെന്നർത്ഥം. പിന്നെ അതുപോലെ തെത്തിഫല തുഹാക്കഥ യോമ വയോമ വയോമ ദ ബേബ് റിമൈൻഡ് ലൈക്ക് ദാറ്റ് ഡേ ആഫ്റ്റർ ഡേ ആഫ്റ്റർ ഡേ. പിന്നെ വഹിയ മുൽഖാത്തുൻ അലാ ഫിറാഷിഹ തഅതനി ബിഹ ഉമ്മുഹ ഔ ഉഖ്തുഹ മിൻ ഹിൻ ഇലാ ഹിൻ and she was laid on her bed and looked after by her mother and sister from time to time. പിന്നെ حتى إذا كان عصر اليوم الرابع تغير هذا كله فجأة فإذا الطفلة تصيح صياحا منكرا. അവിടെ in the afternoon of the fourth day all this changes suddenly and the baby started to scream badly. പിന്നെ فتترك أمها كل شيء وتصرخ إليها എന്നുള്ളതിനെ and her mother left everything and rushed to her എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ വസുയാഹു യത്തസ്രു വയസ്ദാദു വയഷ്തദു എന്നുള്ളതിനെ the crying was continuous, increasing and getting severe. പിന്നെ വത്തിഫ്ലത്തു തത്തലവ വത്തുത്തരിബു ബൈന ദിറാഇ ഉമ്മിഹ എന്നുള്ളതിനെ the baby was coiling and getting restless in the arms of her mother.
പിന്നെ ثم ينقبض وجهها ويتصبب العرق عليه എന്നുള്ളതിനെ and then tightened her voice and the sweat perspires on it. وتأتي ساعة العشاء وقد مدت المائدة كبر الأخوات എന്നുള്ളതിനെ and the time of dinner came and the table was led by the eldest of the sisters. പിന്നെ وأقبل الأب وبنوه فجلسوا إليها and the father and his sons came and sat around the table. പിന്നെ ولكن سياح الطفل متصل എന്നുള്ളതിനെ but the baby's cries were continuous. പിന്നെ فلا تمد يد إلى طعام وترفع المائدة كما بدت. No hand could extend to the meals and the table was cleared as it was laid എന്നുള്ള രീതിയിൽ നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ just remember to be as close to the source text as possible. No need to worry about the exact sentence that is to be done in next step. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യില്ല, നമ്മൾ പരമാവധി സോഴ്സ് ടെക്സ്റ്റിനോട് വളരെ സാമ്യതയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അർത്ഥം നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ റിവൈസ് ചെയ്ത് നമ്മൾ റെഡിയാക്കുകയാണ് ചെയ്യാം. പിന്നെ وطفلة تصيح وتضطرب وأمها تحدق فيها حينا وتبسط يديها إلى السماء حينا آخر. And the baby was crying and feeling distressed and her mother was staring at her face for a while and then raising her hands towards the sky for a while. പിന്നെ وقد كشفت عن رأسها എന്നുള്ളതിനെ അതന്നെ and she had her head uncovered. പിന്നെ ومن غريب الأمر അതിനെ and it's strange അല്ലെങ്കിൽ odd അല്ലെങ്കിൽ weird. പിന്നെ അടുത്തത് إن أحد من هؤلاء الناس جميعا لم يفكر في الطبيب. Anybody from all these people didn't think about the doctor എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് ടോട്ടലി നമ്മളെ ഒരു വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ആയിട്ട് ഉണ്ടാകുക. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ടേബിൾ ടോട്ടലി നല്ല രീതിയിൽ തന്നെ ഒരു പാസേജ് ആക്കി എഴുതിയതാണ് അടുത്ത താഴെ കാണുന്നത്. ഇനി റിവൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് വൺ ഡേ ദ ബേബി ഗേൾ റോസ് ഇൻ എന്നുള്ളതിനെ വൺ ഫൈൻ ഡേ ദ ബേബി ഗേൾ ഷോഡ് അല്ലേ. അപ്പോൾ വൺ ഡേ ബേബി ഗേൾ റോസ് ഇൻ ദ മോർണിംഗ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വൺ ഡേ ദ ബേബി ഗേൾ ബിക്കെയിം എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ പറഞ്ഞത്. അതിനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് വൺ ഫൈൻ ഡേ ദ ബേബി ഗേൾ ഷോഡ് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് കൊടുത്തത്. പിന്നെ ഇൻ എ കൈൻഡ് ഓഫ് ലെഥാജി ആൻഡ് ഇനാക്ടിവിറ്റി എന്നുള്ളതിന് സം സോർട്ട് ഓഫ് ഒരു സോർട്ട് എന്നുള്ള ഒരു വാക്കാക്കി മാറ്റി സം സോർട്ട് ഓഫ് ലെഥാജി ആൻഡ് കോൾഡ്നെസ്. പിന്നെ അടുത്തത് ഓൾമോസ്റ്റ് നോബഡി പെയ്ഡ് അറ്റൻഷൻ ടു ഹർ എന്നുള്ളതിനെ എനിബഡി ഹാർഡ്ലി പെയ്ഡ് അറ്റൻഷൻ ടു ഹർ എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി. പിന്നെ ആൻഡ് ദ ചിൽഡ്രൻ ഇൻ ദി വില്ലേജസ് ആർ സബ്ജക്റ്റ് ടു സച്ച് കൈൻഡ് ഓഫ് നെഗ്ലിജൻസ് എന്നുള്ളതിനെ ആസ് ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി സൈഡ് ആർ പ്രോൺ ടു സച്ച് എ നെഗ്ലിജൻസ്. പ്രോൺ ടു എന്ന് പറഞ്ഞല്ലോ, അതിന് വിധേയമാണ് എന്നുള്ള ഒരർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു നല്ല വാക്കായിട്ട് എന്ത് ചെയ്തു, നമ്മൾ റിവൈസ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തത് എസ്പെഷ്യലി വെൻ ദ ഫാമിലി ഈസ് ഓഫ് ലാർജ് നമ്പർ എന്നുള്ളതിനെ എസ്പെഷ്യലി വെൻ ദ ഫാമിലീസ് ആർ ലാർജർ എന്ന രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്യും. പിന്നെ ദ ബേബി റിമെയിൻ ലൈക്ക് ദാറ്റ് ഡേ ആഫ്റ്റർ ഡേ ആഫ്റ്റർ ഡേ. അത് വളരെ ഒരു ബോറുണ്ട്. അപ്പോൾ ഡേ ആഫ്റ്റർ ഡേ എന്ന് പറയുന്ന സമയത്ത് അതിനെ 4 days ടുഗദർ ദ കണ്ടീഷൻ ഓഫ് ദി ബേബി റിമെയിൻഡ് സോ എന്നുള്ള ഈ ഒരു റിവൈസ് ചെയ്ത് വളരെ ഭംഗിയുണ്ട്. ഒരു ഇംഗ്ലീഷിൻ്റെ അതേ ഒരു ശൈലിയിലാണ് നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ആൻഡ് ഷി വാസ് ലൈറ്റ് ഓൺ ഹെർ ബെഡ് ആൻഡ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഹെർ മദർ ആൻഡ് സിസ്റ്റർ ഫ്രം ടൈം ടു ടൈം എന്നുള്ളതിനെ വൈൽ ഷി വാസ് ലൈറ്റ് ഓൺ ഹെർ ബെഡ് ടേക്കൺ കെയർ ഓഫ് ബൈ ഹെർ മദർ ആൻഡ് ദ സിസ്റ്റർ എന്നുള്ള രീതിയിലാക്കി മാറ്റി എഴുതും. പിന്നെ ഇൻ ദി ആഫ്റ്റർനൂൺ ഓഫ് ദി 4th day ഓൾ ദീസ് ചേഞ്ച് സഡൻലി ആൻഡ് ദ ബേബി സ്റ്റാർട്ടഡ് ടു സ്ക്രീം ബാഡ്ലി. അതിനെ ഇറ്റ് വാസ് ദ ആഫ്റ്റർനൂൺ ഓഫ് ദി 4th day ദാറ്റ് ദ തിങ്സ് ചേഞ്ച് ഓൾ ഓഫ് എ സഡൻ ആൻഡ് ദ ബേബി സ്റ്റാർട്ടഡ് ടു ക്രൈ വെരി ബാഡ്ലി അല്ലേ. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ എന്നുള്ള സഡൻലി നിന്ന് മാറ്റിയിട്ട് ആ ഒരു നല്ലൊരു ഭംഗിയുള്ള ശൈലി അതിലേക്ക് നമ്മളിത് മാറ്റുകയാണ് ചെയ്തത് ഇവിടെ. പിന്നെ ആൻഡ് ഹെർ മദർ ലെഫ്റ്റ് എവറിത്തിങ് അൺറെസ്റ്റ് ടു ഹെർ എന്നുള്ളതിന് ആൻഡ് ഹെർ മദർ ലെഫ്റ്റ് എവറിത്തിങ് അൺറെസ്റ്റ് ടു സീ ഹെർ എന്നുള്ള രീതിയിലാക്കി മാറ്റി. പിന്നെ ദ ക്രൈയിങ് വാസ് കണ്ടിന്യൂസ് ഇൻക്രീസിങ് ആൻഡ് ഗെറ്റിംഗ് സിവിയർ എന്നുള്ളതിന് ഷി കണ്ടിന്യൂ ടു ക്രൈ ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് സിവിയർ എന്നുള്ള രീതിയിലാക്കി മാറ്റി. പിന്നെ അടുത്തത് ദ ബേബി വാസ് കോയിലിംഗ് ആൻഡ് ഗെറ്റിംഗ് റെസ്റ്റ്ലെസ് ഇൻ ദി ആംസ് ഓഫ് ഹെർ മദർ എന്നുള്ളതിന് ഷി വാസ് റിംഗിങ് ആൻഡ് ഗെറ്റിംഗ് റെസ്റ്റ്ലെസ് വൈൽ ഇൻ ദി ആംസ് ഓഫ് ഹെർ മദർ എന്നുള്ള രീതിയിലാക്കി മാറ്റി എഴുതുന്നു. പിന്നെ ആൻഡ് ദെൻ ടൈറ്റൻഡ് ഹെർ ഫേസ് ആൻഡ് ദ സ്വെറ്റ് പെർസ്പയർസ് ഓൺ ഇറ്റ് എന്നുള്ളതിനെ ടൈറ്റനിങ് ഹെർ ഫേസ് ആൻഡ് പെർസ്പയറിങ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് എന്നുള്ള രീതിയിലാക്കി മാറ്റും, വേർക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അടുത്തത് and the time of dinner came and the table was laid by the eldest of the sisters എന്നുള്ളതിനെ meanwhile the dinner time came and the eldest sister laid the table എന്നുള്ള രീതിയിലാക്കി മാറ്റി. പിന്നെ and the father and his sons came and sat around the table but the baby's cries were continuous. അപ്പോൾ അതിനെ the father with his children sat for the dinner but the baby continued to cry bitterly എന്നുള്ള രീതിയിലാക്കി മാറ്റി. നന്നായിട്ട് കരയുന്നുള്ളതിന് cry bitterly എന്നുള്ള ഒരു ഉപയോഗമാണ് കൊടുത്തത്.
പിന്നെ അടുത്തത് നോ ഹാൻഡ് കുഡ് എക്സ്റ്റെൻഡ് ടു മീൽസ് ആൻഡ് ദ ടേബിൾ വാസ് ക്ലിയർ ആസ് ഇറ്റ് വാസ് ലെറ്റ് എന്നുള്ളതിനെ ഇൻ സച്ച് എ സിറ്റുവേഷൻ നോബഡി കുഡ് ലേ ഹിസ് ഹാൻഡ്സ് ഓൺ ദി മീൽസ് ആൻഡ് ദ ടേബിൾ വാസ് ക്ലിയർഡ് എന്നുള്ള രീതിയിലാക്കി മാറ്റി. പിന്നെ ആൻഡ് ദ ബേബി വാസ് ക്രൈയിങ് ആൻഡ് ഫീലിംഗ് ഡിസ്ട്രസ്ഡ് ആൻഡ് ഹെർ മദർ വാസ് സ്റ്റാരിങ് അറ്റ് ഹെർ ഫേസ് ഫോർ എ വൈൽ ആൻഡ് ദെൻ റൈസിങ് ഹെർ ഹാൻഡ്സ് ടുവാർഡ്സ് ദ സ്കൈ ഫോർ എ വൈൽ എന്നുള്ളതിനെ the baby was still crying in distress and the mother was just staring at her face for a while and then raising her hands towards the heaven for praise for a while എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൻഡ് ഷീ ഹാഡ് ഹെർ ഹെഡ് അൺകവേർഡ് എന്നുള്ളതിനെ ഷീ ഹാഡ് റിമൂവ്ഡ് ഹെർ ഹെഡ് കവർ എന്നുള്ള രീതിയിലാക്കി മാറ്റിയില്ല. ആ ഒരു ഹെഡ് കവർ എന്ത് ചെയ്തു മാറ്റി എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ആൻഡ് ഇറ്റ് സ്ട്രേഞ്ച് ഓഡ് വിയർഡ് എന്നുള്ളതിനെ ആൻഡ് ഹൗ സ്ട്രേഞ്ച് ഈസ് ദ ഫാക്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ശൈലിയാക്കി മാറ്റുന്നു. പിന്നെ എഡിബഡി ഫ്രം ഓൾ ദീസ് പീപ്പിൾ ഡിഡിൻ തിങ്ക് അബൌട്ട് ദ ഡോക്ടർ എന്നുള്ളതിനെ നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ ഫ്രം ഓൾ ദീസ് പീപ്പിൾ തോട്ട് അബൌട്ട് സീയിങ് ദ ഡോക്ടർ എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ടോട്ടലി നമ്മളിപ്പോൾ ഈ ടേബിൾ പറഞ്ഞത് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പാസേജ് ആക്കിയിട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ അവസാനം ചോദിക്കുന്നുണ്ട് ഹൗ വുഡ് യു ട്രാൻസ്ലേറ്റ് ദ ടൈറ്റിൽ ഓഫ് പാസേജ് മറന്നു തിഫ്ല, ഈ ഒരു പെൺകുട്ടിയുടെ രോഗം എന്നുള്ളതിനെ ഏത് രീതിയിലാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇവിടെ നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട് ഇഫ് യു കീൻലി റീഡ് ദ റിവേഴ്സ്ഡ് ഡ്രാഫ്റ്റ് ഓൺ ദിസ് ട്രാൻസ്ലേഷൻ യു വിൽ നോട്ടീസ് ദാറ്റ് വി ഹാവ് ഡൺ സം ഫർദർ ചേഞ്ചസ് ഇൻ സർട്ടൻ പ്ലേസസ് അല്ലേ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ റിവേഴ്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ വിൽ ഷോ ദ വൺ ഇൻസ്റ്റൻസ്, ഒരു ഉദാഹരണം കാണിച്ചു തരാം. ട്രൈ ടു ലുക്ക് ഇഫ് ദർ ആർ മോർ സച്ച് എക്സാമ്പിൾസ്, ഇതുപോലുള്ള കുറച്ച് എക്സാമ്പിൾ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയുകയാണ്. ഇൻ ദി അബവ് പാസേജ് വി ട്രാൻസ്ലേറ്റ് ദ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു മേലെ കൊടുത്തിട്ടുള്ള ഈ ഒരു പാസേജിൽ നമുക്ക് സെൻറ്റൻസ് ഈ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വഖദ് കശഫത്ത് അൻ റഅസിഹ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ എങ്ങനെ കൊടുത്തത് ഷീ ഹാഡ് ഹെർ ഹെഡ് അൺകവേർഡ് എന്നാണ് കൊടുത്തത്. എന്നാൽ ആൻഡ് ലേറ്റർ റിവേഴ്സ് ഇറ്റ് ആസ് ഷീ ഹാഡ് റിമൂവ്ഡ് ഹെർ ഹെഡ് കവർ അല്ലേ. നമ്മൾ റിവേഴ്സ് ചെയ്ത സമയത്ത് എങ്ങനെ ചെയ്തത് അവളുടെ ഹെഡ് കവർ മാറ്റിയെന്നാണ് കൊടുത്തത്. അപ്പോൾ ബട്ട് ഇറ്റ് ദി ഫൈനൽ ഡ്രാഫ്റ്റ് വി ഹാവ് ആഡഡ് എ വേർഡ് ഇൻ ആംഗ്ലിഷ് അല്ലേ. അപ്പോൾ ഈ ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ പാസേജ് ആക്കി എഴുതല്ലോ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ഈ കുറച്ച് അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും ഷീ ഹാഡ് അൺകവേർഡ് ഹെർ ഹെഡ് ഇൻ ആംഗ്വിഷ് എന്നുള്ള രീതിയിലാക്കിയത്. ആ ഇൻ ആംഗ്വിഷ് എന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ചോദിക്കുന്നത് വൈ എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ അത് ആഡ് ചെയ്ത് കൊടുത്തത്. ദ റീസൺ ബീങ് ദാറ്റ് ആൻ ഇംഗ്ലീഷ് റീഡർ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യോ കൾച്ചറൽ ആൻഡ് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഓഫ് സച്ച് ആൻ ആക്ട് unless it is clarified that is something unusual in Arab or Muslim culture for a woman to uncover her head. അപ്പോൾ ഇതുപോലുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഈ മതപരമായിട്ടുള്ളത് അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇത് വായിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരനായിരിക്കും. അപ്പോൾ ആ ഇംഗ്ലീഷുകാരന് ഇതിൻ്റെ ഈ ഒരു തല മറക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ സാമൂഹികമായിട്ടുള്ളത് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രാധാന്യം അറിയില്ല അല്ലേ. അപ്പോൾ അത് അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം തീർത്തും എന്തെയാണ് അറബികളുടെ അടുത്ത് ഇല്ലാത്ത അസാധാരണമായ ഒരു സംഗതിയാണ് ഒരു പെണ്ണ് ഈ തല മറക്കാതിരിക്കുക, ഒരു മുസ്ലിം പെണ്ണ് തല മറക്കാതിരിക്കുക എന്നുള്ളത് ആ രീതിയിലുള്ള ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ആംഗ്വിഷ് എന്നുള്ളൊരു വാക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതില്ലെങ്കിൽ എന്താ ഇപ്പോൾ ഈ ഒരു തല മറച്ചത് എന്നവിടെ എന്തിനാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞത് എന്ന് ആലോചിക്കുള്ളൂ. അപ്പോൾ അത് ഇൻ ആംഗ്വിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവരുടെ ഒരു സാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒന്നല്ല, സാധാരണമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹെൻസ് വി ഹാഡ് ടു ആഡ് എ വേർഡ് ടു ക്യാരി ദ നുവാൻസസ് ഓഫ് സച്ച് ആൻ എക്സ്പ്രഷൻ ഇൻ ദ സോഴ്സ് ലാംഗ്വേജ്. ഇപ്പോൾ സോഴ്സ് ലാംഗ്വേജിലുള്ള ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഈ പ്രയോഗങ്ങളുടെയൊക്കെ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ അറബി ഭാഷയിൽ പറയുമ്പോൾ എന്ത് ചെയ്യേണ്ട ഈ ഒരു ഇൻ ആംഗ്വിഷ് എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കേണ്ട അല്ല ആ ഒരു വാക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അറബി ഒരു സംസ്കാരം അല്ലെങ്കിൽ അറബി സാഹചര്യം അനുസരിച്ച് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇംഗ്ലീഷ്കാരനത് മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു വേർഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചില സംസ്കാരങ്ങൾക്കനുസരിച്ച് ഇംഗ്ലീഷ് റീഡർക്ക് എങ്ങനെയാണ് മനസ്സിലാകുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ ആ ഒരു തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സോഴ്സ് ലാംഗ്വേജിലുള്ള ഇതുപോലെയുള്ള ചില എക്സ്പ്രഷൻസ് ചില പ്രയോഗങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രയോഗങ്ങളുടെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വേർഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു സോഴ്സ് ലാംഗ്വേജിലുള്ള അതിൻ്റെ ഒരു ആശയം ഇവിടെ കിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ദ ഹോൾ ഐഡിയ ഈസ് ടു മേക്ക് ദ ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ഇൻ്റലിജിബിൾ ടു ദ റീഡർ ഓഫ് ദി ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും മെയിൻ എന്താണ് ഇത് ടാർഗറ്റ് ലാംഗ്വേജിൽ ഒരാൾ വായിക്കുന്ന സമയത്ത് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാകണം എന്നർത്ഥം. വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ആക്ച്വൽ കോണ്ടന്റ് ആൻഡ് ദി മീനിങ് ഓഫ് ദി സോഴ്സ് ലാംഗ്വേജ്.
അത് തന്നെ ഈ സോഴ്സ് ലാംഗ്വേജിൻ്റെ അർത്ഥമോ അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തിലൊന്നും ഒരു മാറ്റം വരുത്താൻ പാടില്ല. അതിലൊരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ കൃത്യമായിട്ട് ആ ഒരു അർത്ഥങ്ങൾ കിട്ടും വേണം. അതോടൊപ്പം തന്നെ ഇതിലെന്തെങ്കിലും ആശയങ്ങൾ, ഇങ്ങനത്തെ ആശയങ്ങൾ പാസ് ചെയ്യണമെങ്കിൽ അത് പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നർത്ഥം. അതാണ്, ഇത്രയൊക്കെയാണ് ഈ ഒരു പാഠത്തിലുള്ളത്. പിന്നെ അവസാനമായിട്ട് ചെക്ക് ചെയ്ത പ്രോഗ്രസ്, നമ്മുടെ ഒരു പ്രോഗ്രസ് കൂടി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഈ രീതിയിൽ ഈ സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ലേഷനാക്കി മാറ്റുക. അപ്പോൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഓരോ സ്റ്റെപ്പുകൾ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് ഏറ്റവും നല്ല റിവൈസ് ചെയ്ത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫോർമാറ്റിലാക്കാൻ എന്ത് ചെയ്യുക, ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A sample text is given below. Follow strictly the steps discussed above and see for yourself how it makes the process of translation a lot easier and systematic. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്ത സ്റ്റെപ്പുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തിട്ട് ഈ ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ എത്രത്തോളം നമുക്ക് ഈസി ആകുന്നുണ്ട്, വളരെ സിസ്റ്റമാറ്റിക്കായി കഴിയുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കാനും കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് കൈഫിയത്ത് തഗ്ലുബയിൽ ഹസാൻ, നമ്മൾ ദുഃഖങ്ങളൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. കസീറൻ മിമ്മ യഅത്തിൽ ഇൻസാൻ മിൻ ആലാം വ അഹ്സാൻ സബബുഹു അന്നഹു യൻദുറു ഇലൈഹാ നദറ ശഖ്സിയ്യ ജുസ്ഇയ്യ. അപ്പോൾ അധിക സമയത്തും ഓരോ മനുഷ്യന് എന്ത് ചെയ്യാം, കുറേ വേദനകൾ വരാം, കുറേ ദുഃഖങ്ങൾ വരാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളൊരു പേഴ്സണലായിട്ടുള്ള ഒരു ജുസ്ഇ ആയിട്ടുള്ള നോട്ടത്തിലൂടെ നോക്കുന്നു എന്നുള്ളതാണ്. ജുസ്ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രശ്നം എനിക്കുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗം, അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും വളരെയധികം നോക്കിയിട്ട് അതിലിങ്ങനെ വിഷമിക്കുക. അപ്പോൾ അതേസമയം അതേസമയം ഒരാൾക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഒരു പ്രശ്നമുണ്ടായാൽ, പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നമാണ്, എല്ലാവർക്കും ഒരു സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ആ ഇൻസാനിയെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമായിട്ട് കണ്ടാൽ, ആ ഒരു നോട്ടത്തിലൂടെ നാം നോക്കിയാൽ, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്നതാണ്, അതേപോലെ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നാം നോക്കിയാൽ ലഖഫ അലമുഹു വഹുസ്നുഹു, അവൻ്റെ ദുഃഖം വളരെ എന്ത് ചെയ്യും, ലഘുമാവും, അല്ലെങ്കിൽ വളരെ ആ ഒരു ദുഃഖം പോകും, ആ ഒരു വേദനയ്ക്ക് അവർക്ക് കുറഞ്ഞു കിട്ടുമെന്നർത്ഥം. അപ്പോൾ മൗത്തുൽ ഖരീബ് ഇന്നമാ യുഹ്സിൻ ലിന്നദ്ർ ശഖ്സി. അപ്പോൾ ഒരു ബന്ധുവായുള്ള ഒരാൾ നമ്മളത് മരിച്ചാൽ അത് നമുക്ക് ഒരു പേഴ്സണൽ വ്യൂവിൽ നമ്മൾ നോക്കുകയാണ്. ഉദാഹരണത്തിന് എൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന്മാർ, അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ, ഇവരൊക്കെ മരിച്ചു എന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു പേഴ്സണൽ വ്യൂവിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ രീതിയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കും. അതേസമയം ലൗ നദറ ഇലൽ മൗതി മിൻ ഹൈഥു ഹുവ ളാഹിറ ഇജ്തിമാഇയ്യ ലാ ബുദ്ദ മിൻഹാ ലിമഅയിശത്തിൽ ഇൻസാൻ വസഅദതിഹി ലഹാൽ അംറു. അപ്പോൾ ഒരാളുടെ മരണം ഇതൊരു സാമൂഹിക പ്രതിഭാസമാണ്, ഇത് സമൂഹത്തിൽ നടക്കൽ വളരെ നിർബന്ധമായ കാര്യമാണ്, എന്നാലും മനുഷ്യന്മാർക്ക് ഇവിടെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിച്ച് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു നോട്ടത്തിലൂടെ, ആ ഒരു ആസ്പെക്റ്റിലൂടെ നമ്മൾ നോക്കിയാൽ ലഹാനൽ അംറു, നമ്മുടെ ആ ഒരു കാര്യം കുറച്ച് നിസ്സാരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഫലൗ ലം യകുൻ മൗത്തുൻ മിൻ ഹദി ആദം വ ഹവ്വ ഇലൽ ആൻ ലകാന അൽ ഐശു അലാ ദുഹരിൽ അർളി മുസ്തഹീല. അപ്പോൾ ആദ നബിയുടെ ഹവ്വ ബീവിൻ്റെ കാലം മുതൽക്ക് തന്നെ ഇവിടെ ഒരാൾ മരിക്കുന്നില്ല എന്നുണ്ടെങ്കിലോ ഈ ഭൂമിയിൽ ജീവിതം തന്നെ വളരെ എന്ത് ചെയ്യും, ഇമ്പോസിബിളായി മാറും. വലമാ വജദൽ ഫർദു ബൈതൻ യസ്കുനുഹു വലാ ഖൂതൻ യഅ്കുലുഹു. ഇവിടെ ഒരാൾക്കും തന്നെ താമസിക്കാനൊരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷിക്കാൻ ഒരു ഭക്ഷണം ഉണ്ടാകൂല. ഫൽജീലുൽ ഹാദിർ നമസ്തത യഈശ വയസ്അദ അലാ ഹിസാബ് മൗത്തിൽ ജീൽ സാബിഖ്. ഇപ്പോൾ ഉള്ളൊരു തലമുറയ്ക്ക് വളരെ നല്ല രീതിയിൽ സന്തോഷിക്കാനും ജീവിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണ്, ഇതിന് മുമ്പുള്ള തലമുറ മരിച്ചു പോയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിലൂടെ എന്ത് ചെയ്യുക, അവൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിയാൽ അവൻ്റെ ടോട്ടലി എന്ത് ചെയ്യുക, അവൻ്റെ ദുഃഖങ്ങളൊക്കെ വളരെയധികം അത് കുറക്കുമെന്നർത്ഥം. അപ്പോൾ ഇതിനെയും ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നാം എന്ത് ചെയ്യുക, നല്ലൊരു ട്രാൻസ്ലേഷൻ തയ്യാറാക്കുക. ഡിഫിക്കൽട്ടി വേർഡ് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ കണ്ടെത്തിയിട്ട് അതിലുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ കണ്ടെത്തുക. പിന്നെ ഇതിനെ ചെറിയ ഓരോ ഭാഗങ്ങളാക്കി ഒരു ടേബിൾ പോലെ ആ രീതിയിൽ ചെറിയ ഭാഗങ്ങളാക്കുക. പിന്നെ എന്ത് ചെയ്യുക, വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുക, അതൊരു പാരഗ്രാഫ് എഴുതുക. പിന്നെ അത് കുറേ സമയം വായിച്ചിട്ട് ഇതിനെന്ത് ചെയ്യുക, ആ ഒരു ഈ ഒരു വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷനെ തന്നെ പിന്നീട് കുറേ എന്ത് ചെയ്യുക, ഭാഗങ്ങളാക്കിയിട്ട് അതിന് ഏറ്റവും നല്ല രീതിയിൽ റീഫ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ റിവൈസ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ആ റിവൈസ് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും എഴുതിയിട്ട് അതിനെ കുറേ വട്ടം വായിച്ചിട്ട് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് രൂപത്തിലാക്കുക എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അവസാനം, റിമെമ്പർ ട്രാൻസ്ലേഷൻ ഇസ് എ സ്കിൽ ആൻഡ് യു ക്യാൻ ഹോൺ യുവർ സ്കിൽ ഓൺലി ബൈ ഡൂയിങ് മോർ ആൻഡ് മോർ പ്രാക്ടീസ് ആൻഡ് ഡ്രിൽ. ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു സ്കില്ലാണ്. അപ്പോൾ നമ്മുടെ സ്കില്ല് നമുക്ക് പരിപോഷിക്കാൻ, അതിന് മൂർച്ച കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനാണ് കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടീസും പരിശീലനം വേണമെന്നർത്ഥം. ഡ്രിൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ പരിശീലനം എന്നർത്ഥം. ദ സെയിം മെത്തഡോളജി മസ്റ്റ് ബി ഫോളോഡ് വൈൽ ട്രാൻസ്ലേറ്റിംഗ് എനി ടെക്സ്റ്റ് ഫ്രം ഇംഗ്ലീഷ് ടു അറബിക്. ഇതേ ഒരു രീതിയിൽ തന്നെയായിരിക്കണം അറബിയിൽ നിന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം.
ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു പാഠം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കുറച്ച് റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് പോയിട്ട് വായിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചാനലിൽ നൽകാൻ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചുകൊണ്ടൊക്കെ ഇൻഷാ അല്ലാഹ്. ഏതായാലും അടുത്ത ഒരു വീഡിയോയിലൂടെ അടുത്ത പാഠത്തിലൂടെ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.